Hello students, welcome back to Defense for Malayalam. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് NDA 1 2025 മാത്സ് പേപ്പറാണ്. നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 51th ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് അണ്ടർ വാട്ട് കണ്ടീഷൻ വിൽ ദ ലൈൻസ് m square x plus ny minus 1 equal to 0 and n square x minus my plus 2 equal to 0 be perpendicular? ഇവിടെ നമുക്ക് രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ലൈൻ ഇതാണ്, സെക്കൻഡ് ലൈൻ ഇതാണ്. ഈ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കണ്ടീഷനിലാണ് ഈ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആവുന്നത്? എപ്പോഴാണ് രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആവുക? നമുക്ക് രണ്ട് ലൈൻസ് തന്നിട്ട് അത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ അതിന് മീനിങ് എന്താ? അവരുടെ സ്ലോപ്പ് അല്ലേ, രണ്ട് ലൈൻസിൻ്റെയും m1 ആൻഡ് m2, ഇത് ഫസ്റ്റ് സ്ലോപ്പ്, ഇത് സെക്കൻഡ് സ്ലോപ്പ്, രണ്ട് സ്ലോപ്പും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1 എന്ന ആൻസർ കിട്ടണം. ഓക്കെ, രണ്ട് ലൈൻസ് ഉണ്ട്, രണ്ടിൻ്റെ സ്ലോപ്പും -1 ആണെങ്കിൽ, പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് -1 ആണെങ്കിൽ ദ മീനിങ് ഇസ് ദേ ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്, ജസ്റ്റ് ആ ലൈൻസ് നമുക്കൊന്ന് എഴുതാം. ഫസ്റ്റ് വൺ ഇസ് m square x plus ny minus 1 equal to 0. ഇനി സെക്കൻഡ് ലൈൻ എന്താണ്? n square x minus my plus 2, n square x minus my plus 2 equal to 0. ഇതാണ് തന്നിട്ടുള്ള രണ്ട് ലൈൻസ്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുക? സാധാരണ നമ്മൾ സ്ലോപ്പിനെ m എന്നാണ് എഴുതുക. ഓക്കെ, ഇൻ ജനറൽ ഇവിടെ പറയാം m is equal to minus a by b. ഈ ഫോമിലാണ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് ലൈൻ്റെ സ്ലോപ്പ് ഞാൻ m1 എന്ന് എടുക്കുന്നു, മൈനസ് a by b. a എന്ന് പറയുന്നത് ഇവിടെ m സ്ക്വയർ ആണ്, എക്സിൻ്റെ കൂടെയുള്ള ടേം. സോ മൈനസ് m സ്ക്വയർ ഡിവൈഡ് ബൈ b എന്ന് പറയുന്നത് വൈയുടെ കൂടെയുള്ള ടേം, ദാറ്റ് ഇസ് n. ഇതാണ് ഫസ്റ്റ് സ്ലോപ്പ്. ഇനി രണ്ടാമത്തെ ലൈൻ്റെ സ്ലോപ്പ് m2. ഓക്കെ, m2 ആണ്. അതെങ്ങനെ വരിക? ആദ്യം നമ്മളൊരു മൈനസ് എഴുതും, പിന്നെ a, ദാറ്റ് ഇസ് മൈനസ് n സ്ക്വയർ ഡിവൈഡ് ബൈ. ഇനി b ആണ് വേണ്ടത്. ഇവിടെ b എന്ന് പറയുമ്പോൾ നമ്മൾ ഈ -m ടോട്ടലായിട്ട് എടുക്കണം. സോ -m. അപ്പോൾ രണ്ട് നെഗറ്റീവ്സ് നമ്മൾ ക്യാൻസൽ ചെയ്തു, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. n സ്ക്വയർ ബൈ m ആണ് നമ്മുടെ സെക്കൻഡ് സ്ലോപ്പ്. അപ്പോൾ ഇതുപോലെ രണ്ട് ലൈൻസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലർ അല്ലേ. പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻ m1 ഇൻറ്റു m2 ഈക്വൽ ടു -1. അപ്പോൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് m1 എഴുതുന്നു, മൈനസ് m സ്ക്വയർ ബൈ n ഇൻറ്റു m2 ഇസ് n സ്ക്വയർ ബൈ m, ദാറ്റ് ഇസ് ഈക്വൽ ടു -1. രണ്ട് സൈഡിൽ ഓരോ നെഗറ്റീവ്സ് ഉണ്ട്, സോ നമുക്കത് ക്യാൻസൽ ചെയ്യാം. m സ്ക്വയറിൽ ഒരു m ഉം ഈ m ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ n ഉം n സ്ക്വയറിൽ ഒരു n ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ബാക്കി എന്താ ഉണ്ടാവുക? mn ഇസ് ഈക്വൽ ടു 1. ഇതാണ് കണ്ടീഷൻ. ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? mn -1 ഇസ് ഈക്വൽ ടു 0 അല്ലേ. ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കിയേ, mn -1 ഈക്വൽ ടു 0. ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If p and q are real numbers between 0 and 1 such that the points p, 1, 1, q and 0, 0 form an equilateral triangle, then what is p plus q equal to? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിയും ക്യൂവും റിയൽ നമ്പേഴ്സ് ആണ്. ആ റിയൽ നമ്പേഴ്സിൻ്റെ പ്രത്യേകത 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കാണ് ഈ പിയും ക്യൂവും കിടക്കുന്നത്. പിന്നെ നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്, p, 1, 1, q ആൻഡ് 0, 0. ഇതെല്ലാം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം ഫോം ചെയ്യുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതായത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വേർട്ടിസസ് ആണ് തന്നിട്ടുള്ളത്. ദെൻ കാൽക്കുലേറ്റ് p പ്ലസ് q. ഇതാണ് നമുക്കിവിടെ വേണ്ടത്. സോ നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. ക്വസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു, ദാറ്റ് ഇസ് ABC എന്ന് പറഞ്ഞ് നമുക്ക് നെയിം ചെയ്യാം. ഇനി തന്നിരിക്കുന്ന പോയിന്റ്സ് എന്ത് ചെയ്യാം? നമുക്ക് പ്ലോട്ട് ചെയ്യാം അല്ലേ. p, 1, അതുപോലെ തന്നെ 1, q ആൻഡ് 0, 0. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള വേർട്ടിസസ്. അപ്പോൾ നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി പറഞ്ഞിട്ടുള്ളത് ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നാണ്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ നോക്കിയേ, ഈ ഡിസ്റ്റൻസ് ഒക്കെ എന്തായിരിക്കും? ഈ ലെങ്ത് എല്ലാം സെയിം അല്ലേ. ദാറ്റ് മീൻസ് AB വിൽ ബി ഈക്വൽ ടു BC, ദെൻ ദാറ്റ് ഇസ് ഈക്വൽ ടു AC അല്ലേ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയത് കാരണം എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. സോ നമുക്ക് AB ഈക്വൽ ടു AC ഈക്വൽ ടു BC, എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ട് എഴുതാം. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഡിസ്റ്റൻസ് ഫോർമുല നമുക്കറിയാലോ. ആ ഡിസ്റ്റൻസ് ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് AB എന്ന് പറഞ്ഞു. ABയുടെ ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? റൂട്ട് ഓഫ് ഡിസ്റ്റൻസ് ഫോർമുല ഇസ് x2 - x1 the whole square plus y2 - y1 the whole square. ഓക്കെ, x2 - x1 whole square plus y2 - y1 the whole square. ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല റൂട്ടിൻ്റെ ഉള്ളിൽ. ഇനി വേണമെങ്കിൽ ഇതിൽ x1 - x2 ഹോൾ സ്ക്വയർ എടുക്കാം. സ്ക്വയർ ആയത് കാരണം ഈ ടേം എന്തായാലും പോസിറ്റീവായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നെ AB എഴുതാം. AB എഴുതുമ്പോൾ നോക്കിയേ, നമ്മൾ p,
1 അതുപോലെ തന്നെ 1, Q ഈ രണ്ട് പോയിന്റ്സ് ആണുള്ളത്. സോ ഇത് നമ്മൾ x1 y1 ഫസ്റ്റ് പോയിന്റ് x1 y1 എന്ന് എടുത്താൽ സെക്കൻഡ് വൺ x2 y2 എന്ന് എടുക്കണം. എന്നിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1 മൈനസ് p ദ ഹോൾ സ്ക്വയർ പ്ലസ് q മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു, ഇനി എ സി എങ്ങനെ എഴുതാം? എ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇത് നമ്മൾ x1 y1 എടുക്കുകയാണെങ്കിൽ ഇത് x2 y2 എടുക്കണം. സോ 0 മൈനസ് p ദ ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ്, അടുത്തത് ബി സി. ബി സി എങ്ങനെ എടുക്കാം? നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം അല്ലേ? സോ 1 മൈനസ് 0 എന്നാണ് ഇവിടെ എടുക്കുന്നത്. 1 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് q മൈനസ് 0 ദ ഹോൾ സ്ക്വയർ. എല്ലാം ഈക്വൽ ആണ്, കാരണം ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയത് കാരണം. ഇനി നമുക്ക് ഈ സ്ക്വയർ റൂട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? എല്ലായിടത്തും സ്ക്വയർ ചെയ്യാം. എല്ലായിടത്തും സ്ക്വയർ ചെയ്യുമ്പോൾ ഈ സ്ക്വയർ റൂട്ടും സ്ക്വയറും കൂടി ക്യാൻസൽ ആയി പോവും. അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള ടേംസ് മാത്രമായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അതായത് 1 മൈനസ് p ദ ഹോൾ സ്ക്വയർ പ്ലസ് q മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 minus p is minus p whole square, that is p square plus 1 square equal to 1 square plus q square. ഇനി ലാസ്റ്റ് രണ്ട് ടേംസ് ഒന്ന് നോക്കിയേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് p square plus 1 is equal to 1 plus q square എന്നാണ്. അപ്പോൾ നമുക്ക് 1ഉം രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. p square equal to q square. ഇതിനർത്ഥം എന്താണ്? p is equal to q. അപ്പോൾ നമ്മൾ ഇനി ടേംസ് എടുക്കുമ്പോൾ pയും qയും ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഇനി ടേംസ് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫസ്റ്റ് രണ്ടെണ്ണം ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അതായത് 1 മൈനസ് പി ദ ഹോൾ സ്ക്വയർ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 1 മൈനസ് 2p പ്ലസ് പി സ്ക്വയർ, ജസ്റ്റ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആ ഒരു ഫോമിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. പ്ലസ് q മൈനസ് 1 സ്ക്വയർ മീൻസ് q സ്ക്വയർ മൈനസ് 2q പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അതായത് 1 ആണ്. ഇനി പിയും ക്യൂവും ഈക്വൽ ആയത് കാരണം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഫോമിലേക്ക് എല്ലാം മാറ്റി എഴുതാം. അപ്പോൾ ഞാൻ ഇനി മാറ്റി എഴുതാൻ പോകുന്നത് എല്ലാം പിയുടെ ഫോമിലേക്കാണ്. സോ 1 മൈനസ് 2p പ്ലസ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയറിന് പകരം പി സ്ക്വയർ എന്ന് എഴുതി, കാരണം രണ്ടും ഈക്വൽ ആണ്. മൈനസ് 2p പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് 1. ഇനി നമുക്ക് ഈ പി സ്ക്വയർ ക്യാൻസൽ ചെയ്യാം, രണ്ട് സൈഡിലും ഉണ്ട്. അതുപോലെ തന്നെ 1ഉം ക്യാൻസൽ ചെയ്യാം. സോ ബാലൻസ് ആരൊക്കെയുണ്ട്? നമുക്ക് ഇവിടെ 1 മൈനസ് 2p ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ മൈനസ് 2p ഉണ്ട്, പി സ്ക്വയർ ഉണ്ട്. സോ പി സ്ക്വയർ മൈനസ് 2p ദാറ്റ് ഈസ് മൈനസ് 4p പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം, എന്നാൽ പിയുടെ വാല്യൂ കിട്ടും. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇക്വേഷൻ മൈനസ് ബി പ്ലസ് മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം നോക്കിയേ. ഇവിടെ ബി എന്ന് പറയുന്നത് മൈനസ് 4 ആണ്. സോ മൈനസ് ഓഫ് മൈനസ് 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 സ്ക്വയർ minus 4ac 4 into 1 into 1 divide by 2a that is 2 into 1 2 തന്നെയാണ്. ഇനി എന്ത് എഴുതാം? മൈനസ് ആൻഡ് മൈനസ് പ്ലസ് ആയി. സോ 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 16 മൈനസ് 4 ഡിവൈഡ് ബൈ 2. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? 4 പ്ലസ് ഓർ മൈനസ് 16 മൈനസ് 4 is 12 റൂട്ട് 12 ബൈ 2. റൂട്ട് 12 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ജസ്റ്റ് 12നെ എന്ത് ചെയ്യാം? നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. 2 times 6 വരും, 2 times 3 then 3 1. അപ്പോൾ എങ്ങനെ എഴുതാം? രണ്ട് 2s വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഒന്നേ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. ഈ 3ക്ക് പെയർ ഇല്ല, സോ അതിനെ നമുക്ക് റൂട്ട് 3 ആയിട്ട് എഴുതാം. 2 റൂട്ട് 3 ആണ് റൂട്ട് 12ൻ്റെ ആൻസർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് ഓർ മൈനസ് 2 റൂട്ട് 3 ബൈ 2. സോ ഇത് നമുക്ക് 2 കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 ബൈ 2. 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ പിക്ക് രണ്ട് വാല്യൂസ് കിട്ടി. ഏതൊക്കെയാണ് പിയുടെ വാല്യൂസ്? 1 is 2 plus root 3 and the other one is 2 minus root 3. ഏത് വാല്യൂ നമ്മൾ എടുക്കേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് p and q are real numbers which lie between 0 and 1. 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കുള്ള വാല്യൂ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഇതിൽ ഏതാണ് 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്ക് വരിക? നോക്കിയേ, 2 plus root 3. അപ്പോൾ ഇത് എന്തായാലും ഗ്രേറ്റർ ദാൻ 2 ആയില്ലേ? 2 പ്ലസ് സം നമ്പർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 2 ആണ്. സോ അതുകൊണ്ട് ഈ നമ്പർ നമുക്ക് പറ്റില്ല. നെക്സ്റ്റ് വൺ 2 മൈനസ് റൂട്ട് 3. റൂട്ട് 3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.7 ഒക്കെ ആണല്ലോ. സോ 2 മൈനസ് 1.7 എന്ന് പറയുന്നത് നമ്മുടെ റേഞ്ചിൽ കിടക്കും അല്ലേ? 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്ക് കിടക്കും. സോ ഈ വാല്യൂ ആണ് നമുക്ക് പി ആയിട്ട് വേണ്ടത്. പി ഈസ് ഈക്വൽ ടു 2 മൈനസ് റൂട്ട് 3. പി 2 മൈനസ് റൂട്ട് 3 ആണെങ്കിൽ ക്യൂയുടെ വാല്യൂ എന്തായിരിക്കും? രണ്ടും ഈക്വൽ അല്ലേ? സോ ഇതും 2 മൈനസ് റൂട്ട് 3 ആയിരിക്കും. അപ്പോൾ പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 2 മൈനസ് റൂട്ട് 3 പ്ലസ് 2 മൈനസ് റൂട്ട് 3. ദാറ്റ് ഈസ് 2 പ്ലസ് 2 4 ആണ്. മൈനസ് റൂട്ട് 3 പ്ലസ് മൈനസ് റൂട്ട് 3 ഈസ് മൈനസ് 2 റൂട്ട് 3. സോ 4 മൈനസ് 2 റൂട്ട് 3 ആണ് നമുക്ക് പി പ്ലസ് ക്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഡി 4 മൈനസ് 2 റൂട്ട് 3 is the answer. Next question. The vertices of a triangle are
A 1,1, B 0,0 and C 2,0. The angular bisectors of the triangle meet at P. What are the coordinates of P? അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ആംഗുലാർ ബൈസെക്ടർ ആയിട്ടുള്ള പിയുടെ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ 3 വേർട്ടിസസും നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്കൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഈ ട്രയാങ്കിളിന് എന്താണ് നെയിം പറഞ്ഞിട്ടുള്ളത്? എ ബി സി അല്ലേ? ഓക്കെ, എ ബി സി എന്ന് പറഞ്ഞ് 3 പോയിന്റ്സാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എ ബി സി എന്ന് മാർക്ക് ചെയ്യാം. ആൻഡ് എന്താണ് ഓരോന്നിൻ്റെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. എ ഈസ് 1,1, ബി ഈസ് 0,0 ആൻഡ് സി ഈസ് 2,0. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ആംഗുലാർ ബൈസെക്ടേഴ്സ് ഓഫ് ദ ട്രയാങ്കിൾ മീറ്റ് അറ്റ് പി. ആംഗുലാർ ബൈസെക്ടേഴ്സ് മീൻസ് ഇതിൻ്റെ ആംഗിൾ ബൈസെക്ട് ചെയ്യുന്ന ഈ ഒരു ലൈനും അതേപോലെ ഈ ആംഗിൾ ബൈസെക്ട് ചെയ്യുന്നതും ഇതിൻ്റെ ആംഗിൾ ബൈസെക്ട് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ ബൈസെക്ടേഴ്സും കൂടി വന്നിട്ട് ജോയിൻ ചെയ്യുന്ന പോയിന്റാണ് പി. അപ്പോൾ ഈ പിയുടെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെ നമുക്ക് പിയുടെ കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം? ഈ പി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? നമ്മുടെ ഇൻ സെൻറ്റർ ഓഫ് ട്രയാങ്കിൾ, അതാണ് ഇവിടെ നമുക്ക് വേണ്ടത്. ഇൻ സെൻറ്റർ ഓഫ് ട്രയാങ്കിൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇൻ സെൻറ്ററിൻ്റെ ഫോർമുല എന്താണ്? ദാറ്റ് ഇസ് ax1 പ്ലസ് bx2 പ്ലസ് cx3 ഡിവൈഡ് ബൈ a പ്ലസ് b പ്ലസ് c, ay1 പ്ലസ് by2 പ്ലസ് cy3 ഡിവൈഡ് ബൈ a പ്ലസ് b പ്ലസ് c. ഇതാണ് നമ്മുടെ ഇൻ സെൻറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സോ ഇവിടെ നമുക്ക് എ ബി സി ഈ 3 വാല്യൂസ് വേണം. x1 y1 x2 y2 x3 y3 ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ എ ബി സി ഇല്ല. ഓക്കെ, ഏതൊക്കെ x1 y1? ഇത് x1 y1 കേട്ടോ. ഇനി ബി എടുക്കേണ്ടത് x2 y2 ആൻഡ് സി വിൽ ബി x3 y3. ഇതൊക്കെയാണ് നമ്മുടെ കോർഡിനേറ്റ്സ്. ഇനി എ ബി സി എന്ന് പറയുന്നത് ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് എ ആൻഡ് ബിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ബി ആൻഡ് സിയുടെ ഓപ്പോസിറ്റ് സൈഡ് സി. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡ് കാൽക്കുലേറ്റ് ചെയ്യണം. സൈഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കോർഡിനേറ്റ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. ഡിസ്റ്റൻസ് ഓഫ് ബി സി. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് ബി സി. ഇങ്ങനെ ബി സിയുടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. റൂട്ട് ഓഫ് ദാറ്റ് ഇസ് 2 - 0, 2 - 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് 0 ആൻഡ് 0 ആണ്. സോ 0 - 0 ദ ഹോൾ സ്ക്വയർ 0 ആണ്. റൂട്ട് ഓഫ് 2 സ്ക്വയർ അതായത് റൂട്ട് 4 വിച്ച് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ബി സിയുടെ വാല്യൂ 2, അതായത് എ ഇസ് ഈക്വൽ ടു 2. കണ്ടോ, എ ഇസ് ഈക്വൽ ടു 2. ഇനി ബി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഏത് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യണം? എ സിയുടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. എ സിയുടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ ബി കിട്ടും. എ സി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇത് കണ്ടോ, 2 - 1 ദ ഹോൾ സ്ക്വയർ, അടുത്തത് പ്ലസ് 0 - 1 ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 - 1 1 ആണ്. സോ 1 സ്ക്വയർ പ്ലസ് 0 - 1 1 ആണ്. സോ 1 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 2. ഓക്കെ, റൂട്ട് 1 + 1 2 ആണ്. അത് റൂട്ടിൻ്റെ ഉള്ളിൽ എടുക്കുമ്പോൾ ബിയുടെ വാല്യൂ റൂട്ട് 2. അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടി റൂട്ട് 2 ആണ്. സിമിലർലി സി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. ഏത് സൈഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എ ബി. എ ബിയുടെ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 - 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 - 0 ദ ഹോൾ സ്ക്വയർ. എഗെയിൻ അത് എന്ത് വരും? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട് 2. അപ്പോൾ നമുക്ക് സിയും കിട്ടി റൂട്ട് 2 ആണ്. എ ബി സി വാല്യൂസ് ഉണ്ട്. x1 y1 x2 y2 x3 y3 ഒക്കെ കയ്യിലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ x1 പ്ലസ് ബി x2. എ ഈസ് 2 ആൻഡ് x1 എന്താണ്? x1ൻ്റെ വാല്യൂ. സോ ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എയുടെ വാല്യൂ 2 ആണ്. 2 ഇൻറ്റു x1ൻ്റെ വാല്യൂ 1 ആണ്. സോ 2 ഇൻറ്റു 1 പ്ലസ് ബി x2. ബിയുടെ വാല്യൂ റൂട്ട് 2 ആണ്. x2ൻ്റെ വാല്യൂ 0 ആണ്. പ്ലസ് സി x3. സി ഈസ് റൂട്ട് 2 ആൻഡ് x3 ഈസ് 2. ഡിവൈഡ് ബൈ എ പ്ലസ് ബി പ്ലസ് സി ദാറ്റ് ഇസ് 2 പ്ലസ് റൂട്ട് 2 പ്ലസ് റൂട്ട് 2. ഇനി അടുത്തൊരു ടേമും കൂടി ഉണ്ട്. എ y1 ബി y2 സി y3. എ y1 മീൻസ് 2 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2 ഇൻറ്റു 0 പ്ലസ് റൂട്ട് 2 ഇൻറ്റു 0 ഡിവൈഡ് ബൈ 2 പ്ലസ് റൂട്ട് 2 പ്ലസ് റൂട്ട് 2. അപ്പോൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൻ്റെ ന്യൂമറേറ്ററിൽ 2 ആൻഡ് 2 റൂട്ട് 2 വരും. സോ 2 പ്ലസ് 2 റൂട്ട് 2 ഡിവൈഡ് ബൈ 2 പ്ലസ് റൂട്ട് 2 പ്ലസ് റൂട്ട് 2 2 റൂട്ട് 2. അതുകൊണ്ട് നമുക്ക് 2 പ്ലസ് 2 റൂട്ട് 2 എന്ന് എഴുതാം. കോമ അടുത്ത വാല്യൂ ഏതാണ്? 2 പ്ലസ് രണ്ടും 0 ആണ്. സോ 2 മാത്രമേ ഉള്ളൂ ന്യൂമറേറ്ററിൽ. ഡിവൈഡ് ബൈ 2 പ്ലസ് 2 റൂട്ട് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് നോക്കിയാൽ സെയിം ടേംസ് ആണ്. സോ 1 ആണ് ആൻസർ. 1/2 പ്ലസ് 2 റൂട്ട് 2. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻസ് നോക്കിയാൽ കോർഡിനേറ്റ്സ് കിടക്കുന്നത് 1. അതിപ്പോൾ നമുക്ക് കിട്ടി, കണ്ടില്ലേ? 1 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി സെക്കൻഡ് 1 ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് റൂട്ട് 2 - 1 ഉണ്ട്, റൂട്ട് 3 - 1 ഉണ്ട്, 1/2 ഉണ്ട്, റൂട്ട് 2 - 1 ഉണ്ട്. അപ്പോൾ ഏതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം? ഓപ്ഷൻ ഡി അല്ലാന്ന് ഉറപ്പായി, കാരണം 1 ആണ് ഫസ്റ്റ് കിട്ടേണ്ടത്. ഇവിടെ 1/2 ആയത് കാരണം അതല്ല. അപ്പോൾ ഇനി ബാക്കി നോക്കണം. സോ ഈ 2/2 പ്ലസ് 2 റൂട്ട് 2നെ നമുക്കൊന്ന് സെപ്പറേറ്റ്ലി സോൾവ് ചെയ്യാം.
2 ഡിവൈഡ് ബൈ, ഇതിൽ രണ്ടിലും 2 കോമൺ ആണ്, സോ 1 പ്ലസ് റൂട്ട് 2 എന്ന് എഴുതാം. 2 and 2 ക്യാൻസലായി, സോ 1/1 പ്ലസ് റൂട്ട് 2 എന്ന് കിട്ടി. ഇനി ഇതിനെ നമ്മൾ റാഷണലൈസ് ചെയ്യണം, ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യണം. അതിനുവേണ്ടി കോൺജുഗേറ്റ് വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് റൂട്ട് 2 ഡിവൈഡ് ബൈ, ഇതെന്തായിരിക്കും, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോമിലാണ്. സോ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമുക്ക് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് റൂട്ട് 2 ഡിവൈഡ് ബൈ 1 മൈനസ് 2. 1 മൈനസ് 2 ഇസ് മൈനസ് 1 അല്ലേ, മൈനസ് 1 ആണ്. സോ ആ മൈനസ് 1 എന്ത് ചെയ്യാൻ പറ്റും, മൈനസ് 1 നമുക്ക് മുകളിലേക്ക് എടുക്കാം, മൈനസ് 1 ഇൻറ്റു 1 മൈനസ് റൂട്ട് 2. ഈ നെഗറ്റീവ് നമ്മൾ ബ്രാക്കറ്റിന് ഉള്ളോട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, മൈനസ് 1 ഇൻറ്റു മൈനസ് റൂട്ട് 2 പ്ലസ് റൂട്ട് 2 ആയിരിക്കും. ആൻഡ് മൈനസ് 1 ഇൻറ്റു 1 ദാറ്റ് ഇസ് മൈനസ് 1. റൂട്ട് 2 മൈനസ് 1 എന്ന് വരും. നമ്മുടെ സെക്കൻഡ് ടേം എന്താണ്, റൂട്ട് 2 മൈനസ് 1. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ എ 1, റൂട്ട് 2 മൈനസ് 1 ഇസ് ദ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 54. Let a 3, minus 1 and b 1, 1 be the end points of the line segment AB. ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട് എ ബി, അതിൻ്റെ പോയിന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട് എ ബി. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സും ബിയുടെ കോർഡിനേറ്റ്സും ആണ് നമുക്ക് തന്നിട്ടുള്ളത് 3, മൈനസ് 1 ആൻഡ് ബിയുടെ കോർഡിനേറ്റ്സ് 1, 1. Let P be the middle point of the line segment AB. P എന്ന് പറയുന്നത് നമ്മുടെ എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. Then let Q be the point situated at a distance root 2 units from P on the perpendicular bisector of the line AB. എന്താ പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉണ്ട്. പി എന്ന് പറയുന്നത് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, അതിൽ പോയിന്റ് ആണ് നമ്മുടെ Q. ആൻഡ് ഈ Q കിടക്കുന്നത് റൂട്ട് 2 യൂണിറ്റ്സ് എവേ ഫ്രം P ആണ്. അതായത് ഈ പി ക്യു എന്ന് പറയുന്നതിൻ്റെ ഡിസ്റ്റൻസ് റൂട്ട് 2 യൂണിറ്റ്സ് ആണ്. ആൻഡ് പി ക്യു ഇസ് പെർപെൻഡിക്കുലർ ടു എ ബി. നമുക്കിപ്പോൾ എന്തൊക്കെ ക്ലൂ കിട്ടി, പി ക്യു പെർപെൻഡിക്കുലർ എ ബി ആണ്. ആൻഡ് പി ക്യുവിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് 2 ആണ്. പി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. ഓക്കെ, മിഡിൽ പോയിന്റ് ആണ് പി. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, വാട്ട് ആർ ദ പോസിബിൾ കോർഡിനേറ്റ്സ് ഓഫ് ക്യൂ. ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കണ്ടോ, ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ എന്ത് ചെയ്യാം, ഈ മിഡ് പോയിന്റ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. മിഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ, മിഡ് പോയിന്റ് ഇസ് ഈക്വൽ ടു x2 പ്ലസ് x1 ഡിവൈഡ് ബൈ 2, y2 പ്ലസ് y1 ബൈ 2. ഇതാണ് മിഡ് പോയിന്റിൻ്റെ ഫോർമുല. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്തോ, മിഡ് പോയിന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി അത് വെച്ചിട്ട് രണ്ട് എൻഡ് പോയിന്റ്സ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ മിഡ് പോയിന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, x1 y1 ആൻഡ് x2 y2 ആയിട്ട് നമുക്ക് രണ്ട് പോയിന്റ്സ് എടുക്കാം. ഓക്കെ, ഇത് x1 y1 എന്ന് പറഞ്ഞിട്ട് എടുക്കാം, ഇത് x2 y2 എന്ന് പറഞ്ഞിട്ടും എടുക്കാം. അപ്പോൾ ഇനി x2 പ്ലസ് x1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 3, 1 പ്ലസ് 3 ബൈ 2, അടുത്തത് 1 പ്ലസ് മൈനസ് 1 ബൈ 2. അപ്പോൾ ഏതൊക്കെയാണ് പോയിന്റ്സ്, 1 പ്ലസ് 3 4 ആണ്, 4 ബൈ 2 2 ആണ്, 1 പ്ലസ് മൈനസ് 1 0 ആണ്, സോ 0 ബൈ 2 0 ആണ്. അപ്പോൾ 2, 0 ആണ് നമ്മുടെ പിയുടെ കോർഡിനേറ്റ്സ്. ഓക്കെ, 2, 0 ആണ് പിയുടെ കോർഡിനേറ്റ്സ്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ക്ലൂ, ഇതിൻ്റെ ഡിസ്റ്റൻസ്, പി ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടുത്തെ ക്ലൂ. പി ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. പി ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് ഇസ് റൂട്ട് ഓഫ്, ഇവിടെ നമുക്ക് ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് തരാത്ത കാരണം നമുക്ക് x, y എന്ന് എടുക്കാം അല്ലേ. നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് xy എന്ന് എടുക്കാം. x മൈനസ് 2 ദ ഹോൾ സ്ക്വയർ, x മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 0 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 2. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കണ്ടീഷൻ അല്ലേ. പി ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റൂട്ട് 2. പി ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്തു, ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 2 എന്ന് നമുക്ക് എഴുതാം. ഇനി എന്ത് ചെയ്യാം, നമുക്കിത് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം അല്ലേ. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം, അപ്പോൾ റൂട്ട് ക്യാൻസൽ ആയി പോവും. അപ്പോൾ എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ മൈനസ് 0 ഇസ് വൈ. സോ വൈ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 2ൻ്റെ സ്ക്വയർ 2 ആണ്. ഇപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടി, എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടി നോക്കാം. ഇവിടെ കോർഡിനേറ്റ്സ് ഓഫ് ക്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസ് വെച്ച് നോക്കാം. 2 and 1. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് 2, 1 ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 2ഉം വൈ എന്ന് പറയുന്നത് 1ഉം ആണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കിയേ. എക്സിന് 2 കൊടുക്കാം, സോ 2 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈക്ക് 1 കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണോ നമുക്ക് കിട്ടുന്നത്. 2 മൈനസ് 2 0 ആണ്, സോ 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1 ആണ്. 1 ഈക്വൽ ടു 2 ആണോ, അല്ല. സോ ഓപ്ഷൻ എ അല്ല. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ 3, 1.
3,1 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നോക്കിയേ എക്സ് മൈനസ് 2 3 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈക്ക് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണോ കിട്ടുന്നത്? 3 മൈനസ് 2 1 ആണ്. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഈക്വൽ ടു 2. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്തു. സോ ദ ആൻസർ ഇസ് 3,1. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ABC is an equilateral triangle and AD is the altitude on BC. If the coordinates of A are 1, 2 and that of D are minus 2, 6, then what is the equation of BC? നമുക്ക് BCയുടെ ഇക്വേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. തന്നിട്ടുള്ളത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അതുപോലെ തന്നെ ഒരു ഓൾട്ടിറ്റ്യൂഡും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഫിഗർ ഒന്ന് വരയ്ക്കാം. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട് നമ്മുടെ കയ്യിൽ, അതിനൊരു ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട്. ഓൾട്ടിറ്റ്യൂഡ് മീൻസ് ഈ ഒരു ലൈൻ അല്ലേ. നമുക്ക് നെയിം ചെയ്യാം, ABC എന്ന് കൊടുക്കാം. ഓൾട്ടിറ്റ്യൂഡ് ഇസ് AD, അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓൾട്ടിറ്റ്യൂഡ് AD ആണ്. AD ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓൺ BC. BCയിലാണ് ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് വരുന്നത്. അതിനർത്ഥം ഇവിടെ ഇവർ പെർപെൻഡിക്കുലർ ആണ് അല്ലേ. AD ഈസ് പെർപെൻഡിക്കുലർ ടു BC എന്ന് മീൻ ചെയ്യാം നമുക്ക് അല്ലേ. സോ BC. ഇനി പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? എയുടെ കോർഡിനേറ്റ്സ് 1, 2 ആണെന്നും ഡിയുടെ കോർഡിനേറ്റ്സ് മൈനസ് 2, 6. എയുടെ കോർഡിനേറ്റ്സ് 1, 2 ആൻഡ് ഡി ഈസ് മൈനസ് 2, 6. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇക്വേഷൻ ഓഫ് BC. ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്കിത്? ആകെ തന്നിട്ടുള്ളത് ഈ ഓൾട്ടിറ്റ്യൂഡിൻ്റെ 2 പോയിൻറ്റ്സുകൾ മാത്രമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 2 പോയിൻറ്റ്സ് തന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം. സ്ലോപ്പ് ഓഫ് AD. ഓക്കെ, നമ്മൾ എന്തിനാണ് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇത് പെർപെൻഡിക്കുലർ ആണ്. സോ പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പിൻ്റെ കണ്ടീഷൻ എന്താ? ഈ 2 ലൈൻസ്, ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ADയുടെയും BCയുടെയും സ്ലോപ്പ് M1ഉം M2 എടുത്തു കഴിഞ്ഞാൽ അവർ പ്രോഡക്റ്റ് -1 ആയിരിക്കും. ഓക്കെ, പെർപെൻഡിക്കുലർ ആവുന്ന കേസിലാണ് ഇത് അപ്ലിക്കബിൾ ആവുന്നത്. M1 × M2 -1 ആയിരിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. ADയുടെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? സാധാരണ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ y2 - y1 ഡിവൈഡ് ബൈ x2 - x1. അപ്പോൾ ഇവിടെയും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് x1 y1 ആയിട്ടും ഇത് x2 y2 ആയിട്ടും ഒന്ന് ചൂസ് ചെയ്ത് നോക്കിയേ. y2 - y1 6 - 2 ഡിവൈഡ് ബൈ x2 is -2 - 1 that is 4 ഡിവൈഡ് ബൈ -3. അതായത് -4/3 ആണ് ഫസ്റ്റ് സ്ലോപ്പ്. M1 എന്ന് പറയുന്നത് -4/3 ആണ്. അങ്ങനെയാണെങ്കിൽ BCയുടെ സ്ലോപ്പ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ? ഇവിടെ നമുക്ക് വേർട്ടിസസ് ഒന്നും തന്നിട്ടില്ല, പക്ഷേ എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് BCയുടെ സ്ലോപ്പ് കണ്ടെത്താൻ പറ്റും. എന്താണ് BCയുടെ സ്ലോപ്പ്? M1 × M2 എന്ന് പറയുന്നത് -1 ആണ്. സോ M1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. -4/3 × M2 is equal to -1. സോ M2 is equal to -1 × -3/4 that is equal to 3/4. ഓക്കെ, M2ൻ്റെ സ്ലോപ്പ്, അതായത് നമ്മുടെ BC എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടിയിട്ടുണ്ട് 3/4. M is equal to 3/4. അപ്പോൾ നമുക്കിവിടെ BCയുടെ സ്ലോപ്പ് കിട്ടി അല്ലേ. സ്ലോപ്പ് M എന്ന് പറയുന്നത് 3/4 ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ BCയിലൂടെ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് കിട്ടിയായിരുന്നില്ലേ? നമുക്ക് -2.6, നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് വന്ന ആ പോയിന്റ് -2.6 ആണെന്ന് കിട്ടി. അപ്പോൾ ദിസ് ഇസ് x1 y1. ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു പോയിന്റും സ്ലോപ്പും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? ഇക്വേഷൻ ഓഫ് BC ഈസ് ഈക്വൽ ടു y - y1 ഈക്വൽ ടു m × x - x1. ഇതാണ് നമ്മുടെ ഫോർമുല അല്ലേ. ഇക്വേഷൻ ഓഫ് BC കാൽക്കുലേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഇതിലൊന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. y - y1 is 6 that is equal to m എന്ന് പറയുന്നത് 3/4 ആണ് ഇൻറ്റു x - x1. x1 -2 ആണ്. സോ x - -2. അപ്പോൾ ഇനി 4 നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. 4 × y - 6 is equal to 3 × x + 2. അപ്പോൾ 4y - 24 is equal to 3x + 6. നമുക്ക് എല്ലാ ടേംസും അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. സോ 3x - 4y + 6 + 24 is equal to 0. ദാറ്റ് ഇംപ്ലൈസ് നമ്മുടെ ഇക്വേഷൻ എന്തായി? 3x - 4y + 30 equal to 0. ഇതാണ് BCയുടെ ഇക്വേഷൻ. നോക്കിയേ, 3x - 4y + 30. ഓപ്ഷൻ D is the answer. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 56th one. What is the equation of the circle whose diameter is 10 cm and equations of two of its diameters are x + y = 0 and x - y = 0? അപ്പോൾ നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട് 10 cm ആണ്. അതുപോലെ തന്നെ ഇക്വേഷൻ ഓഫ് ഇറ്റ്സ് ഡയമീറ്റേഴ്സ് 2 ഡയമീറ്റേഴ്സിൻ്റെ ഇക്വേഷനും തന്നിട്ടുണ്ട്. ഒരെണ്ണം x + y = 0, മറ്റൊരെണ്ണം x - y = 0. x + y = 0, x - y = 0.
ഇത് രണ്ടും ഡയമീറ്ററിൻ്റെ ഇക്വേഷൻസ് ആണ് തന്നിട്ടുണ്ട്. ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ തന്നിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ പ്ലസ് വൈ മൈനസ് വൈ ക്യാൻസലായി, എക്സ് പ്ലസ് എക്സ് 2x is equal to 0 which implies x is equal to 0. x 0 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ 0 എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും, വൈയും 0 ആണ്. ദാറ്റ് മീൻസ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എക്സും 0 ആണ്, വൈയും 0 ആണ്. സോ 0,0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിൻ ആണ് അല്ലേ. അപ്പോൾ ഒറിജിൻ സെൻറ്റർ ആയിട്ട് വരുന്ന ഒരു സർക്കിളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഒറിജിൻ സെൻറ്റർ ആയിട്ട് വരുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അതായത് റേഡിയസിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡയമീറ്റർ തന്നിട്ടുണ്ട്. സോ റേഡിയസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, റേഡിയസ് ഇസ് ഈക്വൽ ടു ഡയമീറ്റർ ബൈ 2. ദാറ്റ് ഇസ് 10/2 വിച്ച് ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ഇതാണ് റേഡിയസ്. സോ ദർഫോർ ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ ഓഫ് സർക്കിൾ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. റേഡിയസിൻ്റെ സ്ക്വയർ 5 സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 ഇസ് ദ ആൻസർ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ.